മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മന്ത്രി മുഹമ്മദ് റിയാസ് ചത്തു, നഴ്സുമാർ കൊന്നു. സംഭവം നടക്കുന്നത് ഇന്നലെ കോഴിക്കോട് വെച്ചാണ്. കോഴിക്കോടത്തെ പ്രധാന റോഡ് ഉദ്ഘാടനം ചെയ്യാനെത്തിയതാണ് മന്ത്രി മുഹമ്മദ് റിയാസ്. ഇപ്പോൾ മന്ത്രിക്കും അമ്മായിയൊപ്പരും ഓടി നടന്ന ഉദ്ഘാടന പരിപാടികൾ നടത്താനേ നേരമുള്ളൂ. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു പാലം ഉദ്ഘാടനം ചെയ്തിരുന്നു. പാലത്തിന്റെ പണി, അതായത് റോഡൊന്നും തന്നെ പൂർത്തിയാകാത്ത ഒരു സാഹചര്യത്തിൽ ധൃതി പിടിച്ചുള്ള ഒരു ഉദ്ഘാടനമായിരുന്നു. മറ്റു ചിലയിടത്ത് മന്ത്രിക്ക് നേരിട്ട് എത്താൻ കഴിയാത്തതുകൊണ്ട് ഓൺലൈൻ വഴിയാണ്, വെർച്വൽ ഉദ്ഘാടനമാണ് അദ്ദേഹം നടത്തിയത്. അങ്ങനെ ഓടി നടന്നുള്ള ഉദ്ഘാടന മഹാമഹമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മന്ത്രി കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ റോഡ് ഉദ്ഘാടനത്തിനായി പോയി. ഈ റോഡ് ഉദ്ഘാടനത്തിന് പോകുമ്പോഴുള്ള ഇപ്പോഴത്തെ ഒരു ഷോയാണ് റോഡ് ഷോ എന്ന് പറയുന്നത്. അതായത് ഈ ഉദ്ഘാടനം ചെയ്ത റോഡിലൂടെ ഈ വണ്ടിയിൽ ഷോയും കാണിച്ചങ്ങ് ഒരു പോക്കുണ്ട്. ഇതേ സാഹചര്യത്തിൽ തന്നെ തൊട്ടടുത്ത് കോഴിക്കോട് കളക്ടറേറ്റിന് മുന്നിലായിട്ട് സമരം ചെയ്യുന്ന നഴ്സുമാർ ഉണ്ടായിരുന്നു. ഏകദേശം 150-ൽ പരം നഴ്സുമാർ അവിടെ ഉണ്ടായിരുന്നു. ആ നഴ്സുമാർ മന്ത്രിയെ കണ്ടതും കൂകി വിളിച്ച് നാറ്റിച്ചു എന്നുള്ളതാണ്. മന്ത്രി നിന്ന് അഴുകി പുഴുക്കുന്ന ഒരു ദൃശ്യമാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത്. ഇടകണ്ണിട്ട് മന്ത്രിയൊക്കെ നോക്കുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടായിരുന്നു. ഒരു ഒറ്റ നോട്ടമേ നോക്കിയിട്ടുള്ളൂ അദ്ദേഹം. അതോടുകൂടി ജീവിതം വെറുത്തു പോകുന്ന രീതിയിലായിരുന്നു. കൂകി വിളിച്ച് മന്ത്രി ഇനി എന്തിനാ അപ്പ ഞാൻ ഈ വണ്ടി പിളർന്ന് ഭൂമി പിളർന്ന് ഞാൻ അങ്ങോട്ട് താഴ്പോട്ട് പോരുന്നെങ്കിൽ എന്ന് പോലും മന്ത്രി ചിന്തിച്ചു പോകുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ നടന്നത്. കൂകുന്ന പെൺകുട്ടികളായതുകൊണ്ട് തന്നെ, അതിൽ കൂകിയത് നഴ്സുമാർ ആയതുകൊണ്ട് തന്നെ വായി പൊത്താൻ തൽക്കാലം പോലീസിന് കഴിയില്ല. എന്നാലും പോലീസ് മിണ്ടാതിരിക്കുന്നൊക്കെ പറയുന്നുണ്ട്. എവിടെ കേൾക്കാൻ, കൂവലോട് കൂവൽ തന്നെ. എന്തായാലും കിട്ടിയ അവസരം നഴ്സുമാർ വെട്ടിപ്പിനെ അങ്ങോട്ട് മുതലാക്കി എന്ന് വേണം പറയാൻ. അതായത് ഇവിടെ ഒരു സമരം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പറയുന്ന റോഡുകൾ ഉദ്ഘാടനം ചെയ്ത് അതിന്റെ മുകളിലൂടെ ഷോയും കാണിച്ച് നടന്നത്. അതുകൊണ്ട് കിട്ടിയ അവസരം അവർ പാഴാക്കാതെ കൂകി വെള്ളിപ്പിച്ച് നാറ്റിച്ചു വിട്ടിരിക്കുകയാണ്. മന്ത്രി ഇതുപോലൊരു അപമാനം മന്ത്രിയുടെ ജീവിതത്തിൽ ഉണ്ടായി കാണില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. കറക്റ്റ് സമയത്ത് തന്നെ ദൃശ്യമാധ്യമങ്ങൾ അത് ഒപ്പിയെടുക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചു അവർ ഒപ്പിയെടുക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കൂവലാണ് ഇപ്പോൾ താരം.